ഓം ശാന്തി. മനസ്സിനെ ഏകരസവും ശക്തിശാലിയുമാക്കി തീർക്കുന്നതിന് മനസ്സിൻ്റെ ഡ്രിൽ അല്ലെങ്കിൽ എക്സസൈസ് വളരെ വളരെ ആവശ്യമാണ്. നമുക്കറിയാം, ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ ശരീരത്തിന് എന്തെങ്കിലും അസുഖം വരുമ്പോൾ എല്ലാ രോഗങ്ങൾക്കും പരിഹാരമായി പൊതുവായി പറയുന്നൊരു കാര്യമുണ്ട്: വ്യായാമം ചെയ്യൂ. ശരീരത്തിന് നല്ല വ്യായാമം കൊടുക്കുന്നതിലൂടെ മിക്കവാറും എല്ലാ രോഗങ്ങളും ഇല്ലാതാകുമെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ ഈ സമയത്ത് ആത്മാവിനെയും ശക്തിശാലിയാക്കുന്നതിന് ആത്മീകമായ വ്യായാമത്തിന്റെ അഭ്യാസം ആവശ്യം. നമുക്ക് ചുറ്റും ഏതെല്ലാം തലത്തിലുള്ള ഉലച്ചിലുകൾ ഉണ്ടായിക്കൊള്ളട്ടെ, പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ, അപ്പോഴെല്ലാം തന്നെ ശബ്ദത്തിന് ഉപരിയായിരിക്കുവാനുള്ള സ്ഥിതിയുടെ അഭ്യാസം കൊണ്ടുവരണം. അശാന്തിക്ക് നടുവിലും ശാന്തമായിരിക്കുവാനുള്ള അഭ്യാസം ദീർഘകാലത്തേതായിരിക്കണം. ദീർഘകാലത്തെ അഭ്യാസം സമയമനുസരിച്ച് സാഹചര്യങ്ങളെ അതിജീവിക്കുവാനും അതിനെ ജയിക്കുവാനും നമ്മളെ പ്രാപ്തമാക്കുന്നു. പറയാറില്ലേ, പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്. അതുകൊണ്ട് ദീർഘനാളത്തെ ആത്മീക വ്യായാമം പ്രതികൂല സാഹചര്യങ്ങളിൽ നമുക്ക് സഹയോഗം നൽകും. ഓം ശാന്തി.